ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. എൻ്റെ സൗണ്ടിനും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. സൗണ്ടൊക്കെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോ കഫേയാണ് താഴ്വാരം. അങ്ങോട്ടേക്ക് പോകുന്നതും അവിടുത്തെ ഫുഡ് കഴിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ് പോലെ അയ്യമ്പാറയിലേക്കും പോയായിരുന്നു. അതായത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അയ്യമ്പാറയിലേക്ക്. അപ്പോൾ രാത്രിയിലൊക്കെ അവിടെ പോയിരിക്കാനൊക്കെ നല്ല ഒരു രസമുള്ള സ്ഥലവും കൂടിയാണ്. അങ്ങോട്ട് പോകുന്നതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ അയ്യമ്പാറയിലേക്ക് പോയത്. ഈരാറ്റുപേട്ട അരുവിത്ര ചർച്ചിൻ്റെ അടുത്താണ് താഴ്വാരം എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. നല്ല ഒരു ആംബിയൻസ് ഉള്ള നല്ല നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഒരുപാട് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഞങ്ങൾ പോയത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് പോയ ഉടനെ തന്നെ സീറ്റ് കിട്ടിയായിരുന്നു. ഈ കഫേക്ക് ഇത്രയും ആംബിയൻസ് നൽകുന്നത് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു മരങ്ങളും പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മീൻസിലാറാണ് ഒഴുകുന്നത്. അങ്ങനെ നല്ലൊരു വൈബുള്ള ഒരു കഫേ ആട്ടോ ഇത്. രാത്രിയിൽ 12:30 വരെയൊക്കെ ഈ കഫേ ഉണ്ട് കേട്ടോ. 12:30 കഴിഞ്ഞിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വന്ന്. സാധാരണ ഫുഡ് ഓർഡർ ചെയ്താൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് എന്തായാലും താമസം കാണും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് വന്നുകൊണ്ട് പിള്ളേർ കൊച്ചൊന്നും വഴക്കുണ്ടാക്കാതെ തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടെ നമുക്ക് ബർത്ത്ഡേ ബ്രൈഡ് ടു ബി അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി അവിടെ നിന്ന് ഇറങ്ങി അയ്യമ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്.
ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയിരുന്നേ. ഈ സമയത്ത് ഇവിടെ ആൾ കാണുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും നിറയെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ടും അല്ലാതെയും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും രാത്രിയായിട്ട് ഞങ്ങൾ ഈ അയ്യമ്പാറയിൽ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾ കാണുമോ എന്നൊരു ഡൗട്ട് അടിച്ചിട്ടാണ് വന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷെ നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് പറ്റുന്നില്ല. ഈ കാണുന്ന ലൈറ്റ് എല്ലാം നമ്മുടെ ഈരാറ്റുപേട്ടയാണ്. നല്ല രസമാണ് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ വെട്ടമെല്ലാം കാണാൻ. പക്ഷേ ക്യാമറയിൽ അത്രയും നമുക്ക് ക്ലാരിറ്റിയോട് കിട്ടുന്നില്ല. നിലാവത്ത് ഇങ്ങനെ വളരെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ എണ്ണിക്കിടക്കാൻ നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കിടന്നപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചാലോ എന്ന് ഓർത്തിട്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് വന്നേ കേട്ടോ. ഈ ഷോപ്പിൽ അത്യാവശ്യം സ്നാക്സും ഐസ്ക്രീമും ബിസ്ക്കറ്റും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അങ്ങനെ വീണ്ടും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്നത്. തലയൊക്കെ കുലുക്കി ചിരിച്ചുകൊണ്ട് മിടുക്കനായിട്ട് ഇരിക്കുക. ആ മിടുക്കൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കിടന്ന് കരയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അസ്സലാമു അലൈക്കും.